ലൈഫ് കണക്റ്റഡ് ടു കരിയർ. കരിയറും ലൈഫ് എങ്ങനെ കണക്റ്റ് ആകുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, 4-ാമത്തെ വയസ്സ് മുതൽ 12-ാമത്തെ വയസ്സ് വരെ, അതായത് ചിൽഡ്രൻ സ്റ്റേജിൽ ഒരു കുട്ടി എഡ്യൂക്കേഷൻ ഇതിലേക്ക് പോകും, പഠിത്തത്തിലേക്ക്. അതായത് LKG UKG എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞിട്ട് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ, 12 വയസ്സാകുമ്പോൾ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ ഹൈസ്കൂള്, അത് കഴിഞ്ഞാൽ നേരെ 10-ാം ക്ലാസ് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, പിന്നെ കോളേജ് എഡ്യൂക്കേഷനിലേക്ക്, കൗമാരപ്രായത്തിലേക്ക് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ക്രിയേഷൻ, എന്താണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ LKG UKG നമ്മൾ തുടങ്ങുന്നത് ഭാഷ പഠിക്കാനാണ്. നമുക്കറിയാം, ലാംഗ്വേജ് കൂടുതലും കുട്ടികൾ പഠിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് പഠിക്കുന്നത് മലയാളം, തങ്ങളുടെ മദർ ടങ്ക്, മാതൃഭാഷ പഠിക്കും. അതിനുശേഷം ഇന്ത്യ ഒട്ടാകെ സംസാരിക്കാനായിട്ട് ഹിന്ദി പഠിക്കും. തുടർന്ന് ലോകം മൊത്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കും. അതിൻ്റെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനും അതുപോലെ തന്നെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ടെൻസിൽ ഫ്രെയിം ചെയ്യാനായിട്ട് മനസ്സിലാക്കി. മാത്രമല്ല, ഇത് സസ്യങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങും. ഓരോ വർഷം പോകുന്നതോറും ഡീപ്പായിട്ട് അതിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എന്താണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. തങ്ങളുടെ വളർച്ചയ്ക്കൊത്തവണ്ണം ലൈഫിൽ, സ്റ്റേജസ് ഓഫ് ലൈഫിൽ, ചിൽഡ്രൻ സ്റ്റേജ്, അഡോളസൻസ്, വളർച്ചയ്ക്കൊത്തവണ്ണം അവർ പഠിച്ച് മനസ്സിലാക്കി ആ ഒരു എഡ്യൂക്കേഷൻ, അതായത് കോളേജിലേക്ക് പോകും. 10-ാം ക്ലാസ്സിൽ നിന്ന് ഒരു ഡൈവേർഷൻ ഉണ്ടാവും. അതായത് 10-ാം ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ കോമൺ ആയിട്ടെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റും സ്കിൽ ബേസ് ചെയ്ത് തിരിഞ്ഞ് സബ് എടുത്ത് പോവും. കാരണം എല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള കപ്പാസിറ്റിയോ ടൈമോ നമുക്കില്ല. അതുകൊണ്ട് തന്നെ സമയം വേർതിരിഞ്ഞ് നമ്മൾ ഒരു പർട്ടിക്കുലർ കരിയറിലേക്ക്, ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും മറ്റ് സബ്ജക്റ്റിലേക്ക് പോകും. അവിടെ നിന്ന് സയൻസ് ഗ്രൂപ്പോ കൊമേഴ്സ് ഗ്രൂപ്പോ അവരുടെ സ്കിൽ ബേസ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് +2 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡൈവേർഷനിലേക്ക് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കോളേജിൽ കോഴ്സ് തിരഞ്ഞെടുത്ത് ഡീപ്പായി പഠിക്കുകയും, ചിലർ PG പഠിച്ച് PGയിലും കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിച്ച് നല്ലൊരു തൊഴിൽ, ഏതാണ്ട് 22 അല്ലെങ്കിൽ 23, 24 വയസ്സ്. ഇപ്പം നമ്മുടെ ഡിഗ്രി BSc ഡിഗ്രി ആണെങ്കിൽ 3 വർഷം, 17-ൽ നിന്ന് 3 വർഷം പഠിക്കണം. ബാച്ചിലർ ഡിഗ്രി 4 വർഷം, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി 5 വർഷം, ഡോക്ടറേറ്റ് ഡിഗ്രി 6 വർഷം, ഒരു ക്രമത്തിലാണ് പോകുന്നത്. അപ്പം 22, 23 വയസ്സിലോടെ പഠിച്ചിറങ്ങി അവർ തങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് പോയി. തൊഴിലിൽ നിന്ന് അവിടെ നിന്ന് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങി അവർ ഏൺ ചെയ്യാൻ തുടങ്ങും. ആ വരുമാനമാണ് അവരുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ ജീവിതം വളരെ അനുഗ്രഹത്താൽ, സന്തോഷത്താൽ നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന അവരുടെ വരുമാനമാണ്. വരുമാനം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവരുടെ കരിയറാണ്, അവരുടെ ജോലി, പഠിച്ചിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ജോലി, അതിൻ്റെ വരുമാനം, അതാണ് കംപ്ലീറ്റ് പിന്നുള്ള എൻ്റയർ ലൈഫ്. നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതം 75 വയസ്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുന്നത് പഠനത്തിലേക്ക്. അപ്പോൾ ആ പഠനം പൂർത്തീകരിച്ച് പിന്നെയുള്ള, അതായത് ആദ്യത്തെ ഭാഗം കഴിഞ്ഞിട്ടുള്ള 2 ഭാഗം, 50 വയസ്സ് വരെ, പിന്നെ അങ്ങോട്ട് അതിന് ശേഷമുള്ള ഭാഗവും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ 23, 24 വയസ്സിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, പോകുന്ന വഴി, കരിയർ എല്ലാം കറക്റ്റായിരുന്നാൽ നല്ലൊരു ലൈഫ് അവർക്കുണ്ടാകും. ഇതാണ് നമ്മുടെ ലൈഫിൽ കരിയർ കണക്ട് ചെയ്ത് ലൈഫിന് സക്സസ്ഫുള്ളായിട്ട് വരാൻ കരിയർ എൻ്റർലി ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഓരോ കുട്ടികൾക്കും, വിദ്യാർത്ഥികളും തങ്ങളുടെ കരിയർ, തങ്ങളുടെ ലൈഫിൽ വളരെ എഫക്റ്റായിട്ട് ഒരു കൗൺസിലിങ്ങും ഒരു ഗൈഡൻസോടുകൂടെ എടുക്കാനായിട്ട്, അതിലേക്ക് നിങ്ങൾ ശ്രമിച്ച് നല്ലൊരു കരിയർ ഉണ്ടാകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ.